എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് എവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇഷ്ടത്തോടൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതികളിലൂടെ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കൂടുതൽ സമയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ സ്റ്റോറി കേട്ട് ഒരുപാട് പേര് ഇനിയും സ്റ്റോറീസ് വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കഥയിൽ നിന്ന് പഠിക്കുന്ന ഓരോ പുതിയ വാക്കുകളും നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ കാർപ്പൻറ്റേഴ്സ് ഫൈനൽ പ്രൊജക്റ്റ്. ആശാരിയുടെ അവസാനത്തെ ജോലി. കാർപ്പൻറ്റർ ആശാരി അല്ലെങ്കിൽ തച്ചൻ. ദ കാർപ്പൻറ്റേഴ്സ് ആശാരിയുടെ അല്ലെങ്കിൽ തച്ചൻ്റെ. ഫൈനൽ അന്തിമമായുള്ള അല്ലെങ്കിൽ അവസാനത്തെ. പ്രൊജക്റ്റ് പദ്ധതി, നിർമ്മാണം, ജോലി, ഇതൊക്കെയാണ് അർത്ഥം. ദ കാർപ്പൻറ്റേഴ്സ് ഫൈനൽ പ്രൊജക്റ്റ് ആശാരിയുടെ അവസാനത്തെ ജോലി. അപ്പം നമുക്ക് സ്റ്റോറി കേട്ട് നോക്കാം. A wise elderly carpenter named Keshavan decided it was time to retire and live a life of peace with his family. കേശവൻ എന്നു പേരുള്ള വിവേകിയായ പ്രായം ചെന്ന ഒരു ആശാരി വിരമിക്കാനും തൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനപരമായ ഒരു ജീവിതം നയിക്കാനും സമയമായെന്ന് തീരുമാനിച്ചു. എ വൈസ് എൽഡർലി കാർപ്പൻറ്റർ നെയ്മഡ് കേശവൻ. വൈസ് എന്ന് പറഞ്ഞാൽ വിവേകമുള്ള, ജ്ഞാനമുള്ള, വിവേകിയായ, ഇതൊക്കെയാണ് അർത്ഥം. എ വൈസ് എന്ന് വെച്ചാൽ ഒരു വിവേകിയായ അല്ലെങ്കിൽ ഒരു ജ്ഞാനമുള്ള. എൽഡർലി കാർപ്പൻറ്റർ. എൽഡർലി എന്ന് വെച്ചാൽ പ്രായം ചെന്ന, പ്രായമേറിയ, വയോധികനായ, ഇതൊക്കെയാണ് അർത്ഥം. കാർപ്പൻറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു ആശാരി അല്ലെങ്കിൽ മരം കൊണ്ട് ഫർണിച്ചറും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ എൽഡർലി കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആശാരി. നെയ്മഡ് കേശവൻ, കേശവൻ എന്ന് പേരുള്ള. എ വൈസ് എൽഡർലി കാർപ്പൻറ്റർ നെയ്മഡ് കേശവൻ. കേശവൻ എന്ന് പേരുള്ള വിവേകിയായ പ്രായം ചെന്ന ഒരു ആശാരി. ഡിസൈഡഡ്. ഡിസൈഡ് എന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഡിസൈഡഡ് തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഇറ്റ് വാസ് ടൈം ടു റിട്ടയർ. ജോലിയിൽ നിന്ന് ഔദ്യോഗികമായി പിരിയുന്നതിനെയാണ് നമ്മൾ റിട്ടയർ അല്ലെങ്കിൽ വിരമിക്കുക എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ടൈം ടു റിട്ടയർ, വിരമിക്കാൻ സമയമായി എന്ന്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആൻഡ് ലിവ് എ ലൈഫ് ഓഫ് പീസ് വിത്ത് ഹിസ് ഫാമിലി. ആൻഡ് കൂടാതെ, ഒപ്പം, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ഈ രണ്ട് സെൻറ്റൻസിനെയും കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലിവ് എ ലൈഫ് ഓഫ് പീസ്. ലിവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക അല്ലെങ്കിൽ താമസിക്കുക. ലൈഫ് ജീവിതം. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം. ഫാമിലി കുടുംബം. ആൻഡ് ലിവ് എ ലൈഫ് ഓഫ് പീസ് സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ. വിത്ത് ഹിസ് ഫാമിലി തൻ്റെ കുടുംബത്തോടൊപ്പം. എ വൈസ് എൽഡർലി കാർപ്പൻറ്റർ നെയ്മഡ് കേശവൻ ഡിസൈഡഡ് ഇറ്റ് വാസ് ടൈം ടു റിട്ടയർ ആൻഡ് ലീവ് എ ലൈഫ് ഓഫ് പീസ് വിത്ത് ഹിസ് ഫാമിലി. കേശവൻ എന്ന പേരുള്ള വിവേകിയായ പ്രായം ചെന്ന ഒരു ആശാരി വിരമിക്കാനും തൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനപരമായ ഒരു ജീവിതം നയിക്കാനും സമയമായെന്ന് തീരുമാനിച്ചു. ഹി ഇൻഫോംഡ് ഹിസ് എംപ്ലോയർ, എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, ഓഫ് ഹിസ് പ്ലാൻ. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ തൻ്റെ തൊഴിലുടമയെ തൻ്റെ പദ്ധതിയെക്കുറിച്ച് അറിയിച്ചു. ഹി ഇൻഫോംഡ്. ഹി അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഇൻഫോം എന്ന് വെച്ചാൽ അറിയിക്കുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നൊക്കെയാണ് അർത്ഥം. ഇൻഫോംഡ് അറിയിച്ചു അല്ലെങ്കിൽ വിവരം നൽകി. ഹി ഇൻഫോംഡ് അദ്ദേഹം അറിയിച്ചു അല്ലെങ്കിൽ അദ്ദേഹം വിവരം നൽകി. ഹിസ് എംപ്ലോയർ. എംപ്ലോയർ തൊഴിലുടമ. ഹി ഇൻഫോംഡ് ഹിസ് എംപ്ലോയർ അദ്ദേഹം തൻ്റെ തൊഴിലുടമയെ അറിയിച്ചു. ഇനി എംപ്ലോയർ ആരാന്നുള്ളതും അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ. ഹി ഇൻഫോംഡ് ഹിസ് എംപ്ലോയർ, എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ തൻ്റെ തൊഴിലുടമയെ അറിയിച്ചു. എന്താ അറിയിച്ചത്? ഓഫ് ഹിസ് പ്ലാൻ, തൻ്റെ പ്ലാനിനെക്കുറിച്ച് അല്ലെങ്കിൽ പദ്ധതിയെക്കുറിച്ച്. ഹി ഇൻഫോംഡ് ഹിസ് എംപ്ലോയർ, എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, ഓഫ് ഹിസ് പ്ലാൻ അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ തൻ്റെ തൊഴിലുടമയെ തൻ്റെ പദ്ധതിയെക്കുറിച്ച് അറിയിച്ചു. ദ ഡെവലപ്പർ വാസ് സാഡ് ടു സീ ഹിസ്
ബെസ്റ്റ് ക്രാഫ്റ്റ്സ്മാൻ ലീവ്. തൻ്റെ ഏറ്റവും മികച്ച കരകൗശല വിദഗ്ധൻ പോകുന്നത് കണ്ട് ഡെവലപ്പർ സങ്കടപ്പെട്ടു. ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ്, വികസിപ്പിച്ചയാൾ, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ കെട്ടിടങ്ങളോ മറ്റോ നിർമ്മിക്കുന്ന ആളെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡെവലപ്പറെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ച ആളെയും നമ്മൾ ഡെവലപ്പർ എന്ന് പറയും. വാസ് സാഡ്, വാസ് ആയിരുന്നു, വാസ് സാഡ് ദുഃഖിതനായിരുന്നു അല്ലെങ്കിൽ സങ്കടത്തിലായിരുന്നു. ദ ഡെവലപ്പർ വാസ് സാഡ്, നിർമ്മാതാവ് ദുഃഖിതനായിരുന്നു അല്ലെങ്കിൽ നിർമ്മാതാവിന് വിഷമം തോന്നി. ടു സീ, സീ എന്ന് പറഞ്ഞാൽ കാണുക. ടു സീ കണ്ടതിൽ അല്ലെങ്കിൽ കാണാൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ. ഹിസ് ബെസ്റ്റ് ക്രാഫ്റ്റ്സ്മാൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കരകൗശല വിദഗ്ധൻ അല്ലെങ്കിൽ മികച്ച ശില്പി. ക്രാഫ്റ്റ്സ്മാൻ എന്ന് വെച്ചാൽ കരകൗശല വിദഗ്ധൻ, ശില്പി, പണിക്കാരൻ, തച്ചൻ, അതായത് മരപ്പണി ചെയ്യുന്നതിൽ വിദഗ്ധൻ, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് ബെസ്റ്റ് ക്രാഫ്റ്റ്സ്മാൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കരകൗശല വിദഗ്ധൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല പണിക്കാരൻ. ലീവ് എന്ന് പറഞ്ഞാൽ പോവുക, വിട്ടുപോവുക, ഉപേക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജോലി ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ കമ്പനി വിട്ട് പോവുക. ദ ഡെവലപ്പർ വാസ് സാഡ് ടു സീ ഹിസ് ബെസ്റ്റ് ക്രാഫ്റ്റ്സ്മാൻ ലീവ്. തൻ്റെ ഏറ്റവും മികച്ച കരകൗശല വിദഗ്ധൻ പോകുന്നത് കണ്ട് ഡെവലപ്പർ സങ്കടപ്പെട്ടു. കേശവൻ, ദ ഡെവലപ്പർ പ്ലീഡഡ്, കുഡ് യു പ്ലീസ് ബിൽഡ് ജസ്റ്റ് വൺ ലാസ്റ്റ് ഹൗസ് ഫോർ മീ ആസ് എ പേഴ്സണൽ ഫേവർ, ഐ പേ യു ഹാൻഡ്സംലി. ഡെവലപ്പർ കേശവനോട് കെഞ്ചി, എൻ്റെ ഒരു അപേക്ഷയാണ്, എനിക്ക് വേണ്ടി ഒരൊറ്റ വീട് കൂടി ഉണ്ടാക്കി തരുമോ? എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യമായി കണ്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് കൈ നിറയെ പണം തരാം. കേശവൻ, ഡെവലപ്പർ കേശവനെ വിളിക്കുകയാണ്. കേശവൻ, ദ ഡെവലപ്പർ പ്ലീഡഡ്. പ്ലീഡ് എന്ന് പറഞ്ഞാൽ കെഞ്ചുക, അപേക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ഡെവലപ്പർ പ്ലീഡഡ്, നിർമ്മാതാവ് കെഞ്ചി അല്ലെങ്കിൽ അപേക്ഷിച്ചു. എന്താ അപേക്ഷിക്കുന്നത്? കുഡ് യു പ്ലീസ് ബിൽഡ് ജസ്റ്റ് വൺ ലാസ്റ്റ് ഹൗസ് ഫോർ മീ. കുഡ് യു പ്ലീസ് ബിൽഡ്, ബിൽഡ് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക. കുഡ് യു പ്ലീസ് ബിൽഡ്, നിങ്ങൾക്ക് ദയവായി പണിയാമോ അല്ലെങ്കിൽ നിർമ്മിക്കാമോ. ഇവിടെ കുഡ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഏറ്റവും വിനയത്തോടെ അല്ലെങ്കിൽ മാന്യമായിട്ടാണ് ചോദിക്കുന്നത്. കുഡ് യു പ്ലീസ് ബിൽഡ്, നിങ്ങൾക്ക് ദയവായി പണിയാമോ. എന്താ പണിയേണ്ടത്? ജസ്റ്റ് വൺ ലാസ്റ്റ് ഹൗസ്, ഒരൊറ്റ അവസാനത്തെ വീട് മാത്രം. അതായത് മറ്റൊന്നും വേണ്ട, അവസാനം ഒരൊറ്റ വീട് കൂടി മതി എന്നാണ് പറയുന്നത്. ഫോർ മീ, എനിക്ക് വേണ്ടി. കുഡ് യു പ്ലീസ് ബിൽഡ് ജസ്റ്റ് വൺ ലാസ്റ്റ് ഹൗസ് ഫോർ മീ, ദയവായി എനിക്ക് വേണ്ടി ഒരൊറ്റ വീട് കൂടി ഉണ്ടാക്കി തരുമോ. ആസ് എ പേഴ്സണൽ ഫേവർ, പേഴ്സണൽ വ്യക്തിപരമായ, ഫേവർ എന്ന് പറഞ്ഞാൽ സഹായം അല്ലെങ്കിൽ ഉപകാരം. ആസ് എ പേഴ്സണൽ ഫേവർ, ഒരു വ്യക്തിപരമായ സഹായമായി, അതായത് ഒരു ഔദ്യോഗിക ഇടപാടായിട്ടല്ലാതെ വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ചെയ്യുന്ന സഹായമായി. ഐ പേ യു ഹാൻഡ്സംലി, നിങ്ങൾക്ക് ഞാൻ നല്ല പ്രതിഫലം നൽകാം അല്ലെങ്കിൽ വലിയ പ്രതിഫലം തരാം. ഹാൻഡ്സംലി എന്ന് പറഞ്ഞാൽ ഉദാരമായി അല്ലെങ്കിൽ നല്ല പ്രതിഫലമായി, കൈ നിറയെ, ഇതൊക്കെയാണ് അർത്ഥം. പേ പണം നൽകുക, പ്രതിഫലം, വേതനം, ശമ്പളം, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഐ പേ യു ഹാൻഡ്സംലി, നിങ്ങൾക്ക് ഞാൻ നല്ല പ്രതിഫലം നൽകാം അല്ലെങ്കിൽ കൈ നിറയെ പണം തരാം. കേശവൻ, ദ ഡെവലപ്പർ പ്ലീഡഡ്, കുഡ് യു പ്ലീസ് ബിൽഡ് ജസ്റ്റ് വൺ ലാസ്റ്റ് ഹൗസ് ഫോർ മീ ആസ് എ പേഴ്സണൽ ഫേവർ, ഐ പേ യു ഹാൻഡ്സംലി. നിർമ്മാതാവ് കേശവനോട് കെഞ്ചി, എൻ്റെ ഒരു അപേക്ഷയാണ്, എനിക്ക് വേണ്ടി ഒരൊറ്റ വീട് കൂടി ഉണ്ടാക്കി തരുമോ. എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യമായി കണ്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് കൈ നിറയെ പണം തരാം. കേശവൻ റിലക്റ്റൻ്റ്ലി അഗ്രീഡ്. ഹൗവെവർ ഹിസ് ഹാർട്ട് വാസ് നോ ലോങ്ങർ ഇൻ ദ വർക്ക്. He rushed through the construction, using substandard materials and careless methods, just wanting to finish quickly. കേശവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. എങ്കിലും ജോലിയിൽ അദ്ദേഹത്തിന് മുൻപുള്ള ശ്രദ്ധയോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല. വേഗം പണി തീർക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് നിലവാരം കുറഞ്ഞ വസ്തുക്കളും ശ്രദ്ധയില്ലാത്ത രീതികളും ഉപയോഗിച്ച് അയാൾ നിർമ്മാണം ധൃതിയിൽ പൂർത്തിയാക്കി. കേശവൻ റിലക്റ്റൻ്റ്ലി അഗ്രീഡ്. റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാതെ, മടിച്ച് അല്ലെങ്കിൽ മനസ്സില്ലാതെ, അതായത് സമ്മർദ്ദം കൊണ്ടാണ് സമ്മതിച്ചതെന്നാണ് സൂചിപ്പിക്കുന്നത്. അഗ്രി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. കേശവൻ റിലക്റ്റൻ്റ്ലി അഗ്രീഡ്. കേശവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഹൗവെവർ, എങ്കിലും, ഹിസ് ഹാർട്ട് വാസ് നോ ലോങ്ങർ ഇൻ ദ വർക്ക്. ഹാർട്ട്
ഹൃദയം. ഹിസ് ഹാർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, വാസ് നോ ലോങ്ങർ. ഇപ്പോൾ ഇല്ല, ഇനിയില്ല, അല്ലെങ്കിൽ പഴയതുപോലെ ഇല്ല, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ ദ വർക്ക്, ജോലിയിൽ. ഹിസ് ഹാർട്ട് വാസ് നോ ലോങ്ങർ ഇൻ ദ വർക്ക്. ജോലിയിൽ അദ്ദേഹത്തിന് മുൻപുള്ള ശ്രദ്ധയോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല. ഹി റഷ്ഡ് ത്രൂ ദ കൺസ്ട്രക്ഷൻ. റഷ് ത്രൂ എന്ന് വെച്ചാൽ വേഗത്തിൽ ശ്രദ്ധയില്ലാതെ പൂർത്തിയാക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ റഷ് ത്രൂ ദ മീറ്റിംഗ്. അവർ മീറ്റിംഗ് വേഗത്തിൽ പൂർത്തിയാക്കി. അപ്പോൾ ഇവിടെ പറയുന്നത് ഹി റഷ്ഡ് ത്രൂ ദ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഹി റഷ്ഡ് ത്രൂ ദ കൺസ്ട്രക്ഷൻ. അയാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ധൃതിയിൽ പൂർത്തിയാക്കി അല്ലെങ്കിൽ ധൃതിയിൽ തീർത്തു. യൂസിങ് സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ്. യൂസിങ് ഉപയോഗിച്ച്. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഗുണമേന്മ കുറഞ്ഞ, ഇതൊക്കെയാണ് അർത്ഥം. മെറ്റീരിയൽസ് വസ്തുക്കൾ. യൂസിങ് സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആൻഡ് കെയർലെസ് മെത്തേഡ്സ്. കെയർലെസ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. മെത്തേഡ് എന്ന് പറഞ്ഞാൽ രീതി അല്ലെങ്കിൽ വിധം. ആൻഡ് കെയർലെസ് മെത്തേഡ്സ് ഒപ്പം ശ്രദ്ധയില്ലാത്ത രീതികളും. കെയർലെസ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അശ്രദ്ധമായ രീതികൾ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത പണി രീതികൾ. ജസ്റ്റ് വാണ്ടിങ് ടു ഫിനിഷ് ക്വിക്ക്ലി. വാണ്ട് ആഗ്രഹം, ഫിനിഷ് പൂർത്തിയാക്കുക, ക്വിക്ക്ലി വേഗത്തിൽ. ജസ്റ്റ് വാണ്ടിങ് ടു ഫിനിഷ് ക്വിക്ക്ലി വേഗം തീർക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച്. കേശവൻ റിലക്റ്റൻ്റ്ലി അഗ്രീഡ്. ഹൗവെവർ ഹിസ് ഹാർട്ട് വാസ് നോ ലോങ്ങർ ഇൻ ദ വർക്ക്. ഹി റഷ്ഡ് ത്രൂ ദ കൺസ്ട്രക്ഷൻ യൂസിങ് സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആൻഡ് കെയർലെസ് മെത്തേഡ്സ് ജസ്റ്റ് വാണ്ടിങ് ടു ഫിനിഷ് ക്വിക്ക്ലി. കേശവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. എങ്കിലും ജോലിയിൽ അദ്ദേഹത്തിന് മുൻപുള്ള ശ്രദ്ധയോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നില്ല. വേഗം പണി തീർക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് നിലവാരം കുറഞ്ഞ വസ്തുക്കളും ശ്രദ്ധയില്ലാത്ത രീതികളും ഉപയോഗിച്ച് അയാൾ നിർമ്മാണം ധൃതിയിൽ പൂർത്തിയാക്കി. ദ ഫൈനൽ ഹൗസ് വാസ് പുവർലി പുട്ട് ടുഗെദർ, എ ഡിസപ്പോയിൻറ്റിംഗ് എൻഡ് ടു ഹിസ് ഗ്ലോറിയസ് കരിയർ. അവസാനത്തെ വീട് മോശമായാണ് നിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ പണിതത്. അത് അദ്ദേഹത്തിൻ്റെ മഹത്തായ ഔദ്യോഗിക ജീവിതത്തിന് നിരാശാജനകമായ ഒരു അവസാനമായി. ദ ഫൈനൽ ഹൗസ് വാസ് പുവർലി പുട്ട് ടുഗെദർ. ദ ഫൈനൽ ഹൗസ് അവസാനത്തെ വീട്. പുവർലി എന്ന് വെച്ചാൽ മോശമായി, ദുർബലമായി, വേണ്ടത്ര ശ്രദ്ധയില്ലാതെ, ഇതൊക്കെയാണ് അർത്ഥം. പുട്ട് ടുഗെദർ എന്ന് വെച്ചാൽ നിർമ്മിക്കുക, കൂട്ടിച്ചേർക്കുക, അതായത് ഒരുമിച്ച് ചേർത്ത് പൂർണ്ണമാക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫർണിച്ചറുകൾ കൂട്ടിച്ചേർക്കുക, പുട്ട് ടുഗെദർ ദ ഫർണിച്ചർ. ഇതല്ലാതെ ഒരുമിച്ചുണ്ടാക്കുക, തയ്യാറാക്കുക, മൊത്തത്തിൽ കണക്കാക്കുക, ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് പുട്ട് ടുഗെദർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിർമ്മിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ദ ഫൈനൽ ഹൗസ് വാസ് പുവർലി പുട്ട് ടുഗെദർ. അവസാനത്തെ വീട് മോശമായാണ് നിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ പണിതത്. എ ഡിസപ്പോയിൻറ്റിംഗ് എൻഡ് ടു ഹിസ് ഗ്ലോറിയസ് കരിയർ. ഡിസപ്പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിരാശാജനകമായ, പ്രതീക്ഷ തെറ്റിക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫലം നിരാശാജനകമായിരുന്നു. ദ റിസൾട്ട് വാസ് ഡിസപ്പോയിൻറ്റിംഗ്. ഫലം നിരാശാജനകമായിരുന്നു. എൻഡ് അവസാനം. എ ഡിസപ്പോയിൻറ്റിംഗ് എൻഡ് നിരാശാജനകമായ ഒരു അവസാനം. ടു ഹിസ് ഗ്ലോറിയസ് കരിയർ. ടു ഹിസ് അദ്ദേഹത്തിൻ്റെ. ഗ്ലോറിയസ് എന്ന് പറഞ്ഞാൽ മഹത്തായ, ശോഭനമായ, അതിഗംഭീരമായ, ഇതൊക്കെയാണ് അർത്ഥം. കരിയർ ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ തൊഴിൽ ജീവിതം. ഗ്ലോറിയസ് കരിയർ മഹത്തായ ഔദ്യോഗിക ജീവിതം. ടു ഹിസ് ഗ്ലോറിയസ് കരിയർ അദ്ദേഹത്തിൻ്റെ മഹത്തായ ഔദ്യോഗിക ജീവിതത്തിന്. ദ ഫൈനൽ ഹൗസ് വാസ് പുവർലി പുട്ട് ടുഗെദർ, എ ഡിസപ്പോയിൻറ്റിംഗ് എൻഡ് ടു ഹിസ് ഗ്ലോറിയസ് കരിയർ. അവസാനത്തെ വീട് മോശമായാണ് നിർമ്മിക്കപ്പെട്ടത്. അത് അദ്ദേഹത്തിൻ്റെ മഹത്തായ ഔദ്യോഗിക ജീവിതത്തിന് നിരാശാജനകമായ ഒരു അവസാനമായി. വെൻ ദ ഹൗസ് വാസ് കംപ്ലീറ്റ്, ദ ഡെവലപ്പർ കെയിം ടു ഇൻസ്പെക്ട് ഇറ്റ്. ഹി ഹാൻഡഡ് ദ കീസ് ടു കേശവൻ, സേയിങ്, ദിസ് ഹൗസ് ഈസ് മൈ പാർട്ടിംഗ് ഗിഫ്റ്റ് ടു യു മൈ ഫ്രണ്ട്, ഇറ്റ് ഈസ് യുവർ ഹൗസ്. വീട് പൂർത്തിയായപ്പോൾ ഡെവലപ്പർ അല്ലെങ്കിൽ നിർമ്മാതാവ് അത് പരിശോധിക്കാൻ വന്നു. അദ്ദേഹം കേശവൻ്റെ കയ്യിൽ താക്കോൽ നൽകി. സുഹൃത്തെ, നിനക്കുള്ള എൻ്റെ വിടവാങ്ങൽ സമ്മാനമാണിത്. ഇത് നിൻ്റെ വീടാണ്. വെൻ ദ ഹൗസ് വാസ് കംപ്ലീറ്റ്, വീട് കംപ്ലീറ്റ് ആയപ്പോൾ അല്ലെങ്കിൽ പൂർത്തിയായപ്പോൾ. ദ ഡെവലപ്പർ കെയിം ടു ഇൻസ്പെക്ട് ഇറ്റ്. കം വരിക, അതിൻ്റെ പാസ്റ്റാണ് കെയിം, വന്നു. ഇൻസ്പെക്ട് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക, സൂക്ഷ്മമായി നോക്കുക,
വിശദമായി വിലയിരുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ടു ഇൻസ്പെക്ട് ഇറ്റ്, അത് പരിശോധിക്കാൻ. ദ ഡെവലപ്പർ കെയിം ടു ഇൻസ്പെക്ട് ഇറ്റ്, ഡെവലപ്പർ അത് പരിശോധിക്കാൻ വന്നു. ഹി ഹാൻഡഡ് ദ കീസ് ടു കേശവൻ. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ കൈമാറുക, നൽകുക, ഏൽപ്പിക്കുക, ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹി ഹാൻഡഡ്, അദ്ദേഹം കൈമാറി. എന്താ കൈമാറിയത്? ദ കീസ്, താക്കോലുകൾ. ടു കേശവൻ, കേശവന്. ഹി ഹാൻഡഡ് ദ കീസ് ടു കേശവൻ, അദ്ദേഹം കേശവൻ്റെ കയ്യിൽ താക്കോൽ നൽകി, അല്ലെങ്കിൽ കേശവന് താക്കോൽ കൈമാറി. സേയിങ്, സേയിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട്, അതായത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് താക്കോൽ കൈമാറുന്നത്. അതെന്താണ്? ദിസ് ഹൗസ് ഈസ് മൈ പാർട്ടിംഗ് ഗിഫ്റ്റ് ടു യു. പാർട്ടിംഗ് എന്ന് വെച്ചാൽ വേർപാട്, വിടവാങ്ങൽ, പിരിയൽ, ഇതൊക്കെയാണ് അർത്ഥം. ഗിഫ്റ്റ്, സമ്മാനം. ഇപ്പോൾ പാർട്ടിംഗ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ വിടവാങ്ങൽ സമ്മാനം അല്ലെങ്കിൽ യാത്രാ സമ്മാനം. ദിസ് ഹൗസ് ഈസ് മൈ പാർട്ടിംഗ് ഗിഫ്റ്റ് ടു യു മൈ ഫ്രണ്ട്. സുഹൃത്തെ, ഈ വീട് നിനക്കുള്ള എൻ്റെ വിടവാങ്ങൽ സമ്മാനമാണ്. ഇറ്റ് ഈസ് യുവർ ഹൗസ്, ഇത് നിൻ്റെ വീടാണ്. വെൻ ദ ഹൗസ് വാസ് കംപ്ലീറ്റ്, ദ ഡെവലപ്പർ കെയിം ടു ഇൻസ്പെക്ട് ഇറ്റ്. ഹി ഹാൻഡഡ് ദ കീസ് ടു കേശവൻ, സേയിങ്, ദിസ് ഹൗസ് ഈസ് മൈ പാർട്ടിംഗ് ഗിഫ്റ്റ് ടു യു മൈ ഫ്രണ്ട്. ഇറ്റ് ഈസ് യുവർ ഹൗസ്. വീട് പൂർത്തിയായപ്പോൾ ഡെവലപ്പർ അത് പരിശോധിക്കാൻ വന്നു. അദ്ദേഹം കേശവൻ്റെ കയ്യിൽ താക്കോൽ നൽകി. സുഹൃത്തെ, നിനക്കുള്ള എൻ്റെ വിടവാങ്ങൽ സമ്മാനമാണിത്, ഇത് നിൻ്റെ വീടാണ്. കേശവൻ വാസ് ഷോക്ക്ഡ്. ഇഫ് ഹി ഹാഡ് നോൺ ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്, ഹി വുഡ് ഹാവ് പുട്ട് ഹിസ് എൻറ്റയർ സോൾ ഇൻ ടു എവറി നെയിൽ ആൻഡ് ബീം. ഇൻസ്റ്റെഡ് ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ എ ഹൗസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ഹിസ് ഓൺ ലാക്ക് ഓഫ് എഫേർട്ട് ആൻഡ് പുവർ ജഡ്ജ്മെൻറ്റ്. കേശവൻ ഞെട്ടിപ്പോയി. സ്വന്തമായൊരു വീട് പണിയുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ അയാൾ തൻ്റെ മുഴുവൻ ആത്മാർത്ഥതയും ഓരോ ആണിയിലും തടിയിലും അർപ്പിക്കുമായിരുന്നു. പകരം സ്വന്തം പരിശ്രമക്കുറവും മോശം തീരുമാനവും കൊണ്ട് നിർമ്മിച്ചൊരു വീട്ടിൽ താമസിക്കാൻ അയാൾ നിർബന്ധിതനായി. കേശവൻ വാസ് ഷോക്ക്ഡ്. കേശവൻ ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ അമ്പരന്ന് പോയി. ഇഫ് ഹി ഹാഡ് നോൺ ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്, ഇവിടെ നടക്കാത്ത ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇഫ് ഹി ഹാഡ് നോൺ, നോ എന്ന് പറഞ്ഞാൽ അറിയുക. ഇഫ് ഹി ഹാഡ് നോൺ, അവന് അറിയാമായിരുന്നെങ്കിൽ. ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്, ബിൽഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക. ഓൺ, സ്വന്തം. ഹിസ് ഓൺ ഹൗസ്, അവൻ്റെ സ്വന്തം വീട്. ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്, അവൻ സ്വന്തം വീടാണ് പണിയുന്നതെന്ന് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതെന്ന്. ഇഫ് ഹി ഹാഡ് നോൺ ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്, അവൻ സ്വന്തം വീടാണ് പണിയുന്നതെന്ന് അവൻ അറിയാമായിരുന്നെങ്കിൽ. ഇവിടെ നടക്കാത്ത ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ അവൻ അറിയാമായിരുന്നെങ്കിൽ അവൻ വന്നേനെ, ഇതെങ്ങനെയായിരിക്കും പറയുക? ഇഫ് ഹി ഹാഡ് നോൺ ഹി വുഡ് ഹാവ് കം. അവനെ അറിയാമായിരുന്നെങ്കിൽ അവൻ വന്നേനെ. ആ സെൻറ്റൻസ് അവിടെ കഴിഞ്ഞില്ല. അതിൻ്റെ ബാക്കി എന്താ പറയുന്നത്? ഹി വുഡ് ഹാവ് പുട്ട് ഹിസ് എൻറ്റയർ സോൾ ഇൻ ടു എവറി നെയിൽ ആൻഡ് ബീം. കഴിഞ്ഞ കാലത്തിൽ നടക്കാതെ പോയൊരു കാര്യത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു സങ്കല്പ സാഹചര്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയാണ് പറയുന്നത്. വുഡ് ഹാവ് പുട്ട്, അതായത് നൽകിയേനെ അല്ലെങ്കിൽ ചെലുത്തിയേനെ, ഇതൊക്കെയാണ് അർത്ഥം. ഹി വുഡ് ഹാവ് പുട്ട്, അവൻ നൽകിയേനെ. ഹിസ് എൻറ്റയർ സോൾ, എൻറ്റയർ എന്ന് വെച്ചാൽ മുഴുവൻ അല്ലെങ്കിൽ മുഴുവനായുള്ള. സോൾ, ആത്മാവ് അല്ലെങ്കിൽ ആത്മാർത്ഥത, മനസ്സ്, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് എൻറ്റയർ സോൾ, അവൻ്റെ മുഴുവൻ ആത്മാർത്ഥതയും. ഇൻ ടു എവ്രി നെയിൽ ആൻഡ് ബീം, എവ്രി, ഓരോ. നെയിൽ എന്ന് പറഞ്ഞാൽ നഖം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ആണി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ബീം എന്ന് പറഞ്ഞാൽ ഉത്തരം, മരം, തടി, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ ടു എവ്രി നെയിൽ ആൻഡ് ബീം, ഓരോ ആണികളിലും ഉത്തരങ്ങളിലും അല്ലെങ്കിൽ ഓരോ ആണിയിലും തടിയിലും. ഹി വുഡ് ഹാവ് പുട്ട് ഹിസ് എൻറ്റയർ സോൾ ഇൻ ടു എവ്രി നെയിൽ ആൻഡ് ബീം. അയാൾ തൻ്റെ മുഴുവൻ ആത്മാർത്ഥതയും ഓരോ ആണിയിലും തടിയിലും അർപ്പിക്കുമായിരുന്നു. ഇൻസ്റ്റെഡ് ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ എ ഹൗസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ഹിസ് ഓൺ ലാക്ക് ഓഫ് എഫേർട്ട് ആൻഡ് പുവർ ജഡ്ജ്മെൻറ്റ്. ഇൻസ്റ്റെഡ്, അതിന് പകരം. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ്. ലിവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ്, അവന് താമസിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ജീവിതം നയിക്കേണ്ടി വന്നു. ഇൻ എ ഹൗസ്, ഒരു വീട്ടിൽ. കൺസ്ട്രക്റ്റഡ് വിത്ത്, നിർമ്മിക്കപ്പെട്ട. ഹിസ് ഓൺ ലാക്ക് ഓഫ് എഫേർട്ട്, ഓൺ, സ്വന്തം. ലാക്ക് എന്ന് പറഞ്ഞാൽ കുറവ്, എഫേർട്ട്, പ്രയത്നം.
അല്ലെങ്കിൽ ശ്രമം. ലാക്ക് ഓഫ് എഫേർട്ട് എന്ന് വെച്ചാൽ പ്രയത്നക്കുറവ്. ഹിസ് ഓൺ ലാക്ക് ഓഫ് എഫേർട്ട്, അവൻ്റെ സ്വന്തം പ്രയത്നക്കുറവ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആൻഡ് പുവർ ജഡ്ജ്മെൻറ്റ്. പുവർ എന്ന് പറഞ്ഞാൽ മോശമായ അല്ലെങ്കിൽ ദുർബലമായ. ജഡ്ജ്മെൻറ്റ് വിവേകം, തീരുമാനം, വിധി, വിലയിരുത്തൽ, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. പുവർ ജഡ്ജ്മെൻറ്റ് മോശമായ തീരുമാനം. ഇൻസ്റ്റഡ് ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ എ ഹൗസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ഹിസ് ഓൺ ലാക്ക് ഓഫ് എഫേർട്ട് ആൻഡ് പുവർ ജഡ്ജ്മെൻറ്റ്. പകരം സ്വന്തം പരിശ്രമക്കുറവും മോശം തീരുമാനവും കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിൽ താമസിക്കാൻ അയാൾ നിർബന്ധിതനായി. കേശവൻ വാസ് ഷോക്ക്ഡ്. ഇഫ് ഹി ഹാഡ് നോൺ ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്, he would have put his entire soul into every nail and beam. Instead, he was forced to live in a house constructed with his own lack of effort and poor judgment. കേശവൻ ഞെട്ടിപ്പോയി. സ്വന്തമായി ഒരു വീട് പണിയുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരുന്നെങ്കിൽ അയാൾ തൻ്റെ മുഴുവൻ ആത്മാർത്ഥതയും ഓരോ ആണിയിലും തടിയിലും അർപ്പിക്കുമായിരുന്നു. പകരം സ്വന്തം പരിശ്രമക്കുറവും മോശം തീരുമാനവും കൊണ്ട് നിർമ്മിച്ചൊരു വീട്ടിൽ താമസിക്കാൻ അയാൾ നിർബന്ധിതനായി. The story teaches us we are the architects of our own lives. We build our future one action at a time. The work we do today, whether rushed or done with excellence, becomes the foundation of the life we live tomorrow. Build wisely. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശില്പികൾ. ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മൾ നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി അത് തിടുക്കത്തിൽ ചെയ്താലും മികവോടെ ചെയ്താലും നാളത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയായി മാറുന്നു. ബുദ്ധിപൂർവ്വം കെട്ടിപ്പടുക്കുക. ദ സ്റ്റോറി ടീച്ചസ് അസ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വി ആർ, നമ്മളാണ്, ദി ആർക്കിടെക്ട്സ്, ശില്പികൾ അല്ലെങ്കിൽ രൂപകൽപ്പകർ, ഓഫ് അവർ ഓൺ ലൈഫ്സ്, നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ. ദ സ്റ്റോറി ടീച്ചസ് അസ് വി ആർ ദി ആർക്കിടെക്ട്സ് ഓഫ് അവർ ഓൺ ലൈഫ്സ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശില്പികൾ. വി ബിൽഡ് അവർ ഫ്യൂച്ചർ. വി ബിൽഡ്, നമ്മൾ പണിയുന്നു. അവർ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി. വൺ ആക്ഷൻ അറ്റ് എ ടൈം, ഓരോ പ്രവൃത്തിയിലൂടെയും അല്ലെങ്കിൽ ഒന്നൊന്നായി ചെയ്യുന്ന ഓരോ കാര്യത്തിലൂടെയും. വി ബിൽഡ് അവർ ഫ്യൂച്ചർ വൺ ആക്ഷൻ അറ്റ് എ ടൈം, ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മൾ നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നു. ദ വർക്ക് വി ഡു ടുഡേ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി. വെദർ റഷ്ഡ്, അത് തിടുക്കത്തിലാണെങ്കിലും, ഓർ ഡൺ വിത്ത് എക്സലൻസ്, അല്ലെങ്കിൽ മികവോടെ ചെയ്യുന്നതാണെങ്കിലും. ബിക്കംസ് ദ ഫൗണ്ടേഷൻ, ബിക്കം ആവുക, ഫൗണ്ടേഷൻ അടിത്തറ. ബിക്കംസ് ദ ഫൗണ്ടേഷൻ, അടിത്തറയായി മാറുന്നു. ഓഫ് ദ ലൈഫ് വി ലിവ് ടുമോറോ, നാളെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്. ദ വർക്ക് വി ഡു ടുഡേ, വെദർ റഷ്ഡ് ഓർ ഡൺ വിത്ത് എക്സലൻസ്, ബിക്കംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ലൈഫ് വി ലിവ് ടുമോറോ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി അത് തിടുക്കത്തിൽ ചെയ്താലും മികവോടെ ചെയ്താലും നാളത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയായി മാറുന്നു. ബിൽഡ് വൈസ്ലി, വിവേകത്തോടെ പണിയുക അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം കെട്ടിപ്പടുക്കുക. ദ സ്റ്റോറി ടീച്ചസ് അസ് വി ആർ ദി ആർക്കിടെക്ട്സ് ഓഫ് അവർ ഓൺ ലൈഫ്സ്. വി ബിൽഡ് അവർ ഫ്യൂച്ചർ വൺ ആക്ഷൻ അറ്റ് എ ടൈം. ദ വർക്ക് വി ഡു ടുഡേ, വെദർ റഷ്ഡ് ഓർ ഡൺ വിത്ത് എക്സലൻസ്, ബിക്കംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ലൈഫ് വി ലിവ് ടുമോറോ. ബിൽഡ് വൈസ്ലി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശില്പികൾ. ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മൾ നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി അത് തിടുക്കത്തിൽ ചെയ്താലും മികവോടെ ചെയ്താലും നാളത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയായി മാറുന്നു. ബുദ്ധിപൂർവ്വം കെട്ടിപ്പടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി ഏത് രീതിയിലുള്ള കഥകളാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.